ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഓംലേറ്റാണ്, പൊടി ഓംലേറ്റ്. ഇതൊരു ഓംലേറ്റ് ആയതുകൊണ്ട് തന്നെ മുട്ട എടുക്കാൻ മറക്കരുത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മുട്ട, സവാള, മല്ലിയില, പിന്നെ ക്യാപ്സിക്കം. സോ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. എനിക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. സോ ഇനി നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓയിൽ യൂസ് ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് ചൂടായ പാനിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനിയാണ് പൊടി ഓംലേറ്റിലേക്കുള്ള പൊടി വരുന്നത്. ഇത് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന ഇഡ്ഡലി പൊടിയാണ്. അതായത് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ അവർ സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യുന്ന പൊടിയാണ്. നമ്മുടെ നാട്ടിൽ ചമ്മന്തിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പൊടിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ, പലർക്കും അറിയുമായിരിക്കും ഇത്. ഇനി നമുക്ക് പാൻ മൂടി വയ്ക്കാം. ഞാനത് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. നല്ല ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം കുക്ക് ചെയ്യുമ്പം അത് കുറച്ച് പൊങ്ങി വരും, കുറച്ച് ഒരു ഫ്ലഫി ടെക്സ്ചർ വരും ഓംലേറ്റിന്. സോ അപ്പം കുക്കായിട്ടുണ്ട്, നോക്കാം. ഇതിപ്പോൾ ഇതിൽ കാണുന്നതുകൊണ്ടായിരിക്കാം, പക്ഷേ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്, ഒരു ഫ്ലഫി ലുക്ക് വന്നിട്ടുണ്ട്. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ അപ്പൻ ഓംലേറ്റിൻ്റെ കഥ. സോ വെജിറ്റബിൾസൊക്കെ എത്ര വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതായത് ക്യാരറ്റോ ക്യാബേജോ തക്കാളിയോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടാനുസാരം ആഡ് ചെയ്യാം. ഇത് വലിയൊരു റെസിപ്പി ഒന്നുമല്ല, എന്നാലും ഒരു നോർമൽ ഓംലേറ്റ് കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്ന ഒരു ഓംലേറ്റാണ്. സോ ഈ പൊടി കിട്ടുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.